നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വിഷയം അധികരിച്ച് സംസാരിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ മഗ്രിബിന്റെ മുമ്പ് ഉസ്താദിന് 2 വാക്ക് പറയാനുള്ള സമയം കൂടെ കണ്ടുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. പണ്ഡിതരിൽ മുമ്പേ നടന്ന പണ്ഡിതൻ എന്ന ഒരു ശീർഷകമാണ് ഈ സായാഹ്നത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരുന്നത്. പണ്ഡിതരെ പരിചയപ്പെടുത്തുമ്പോൾ പണ്ഡിതരുടെ ഒരു സയ്യിദ്, പണ്ഡിതരുടെ ഒരു നേതാവുണ്ട്. അവരെ നമ്മൾ അറിയാതെ പോകരുത്. ആ നേതാവിൽ നിന്നാണ് പണ്ഡിതന്മാർ പാഠം പഠിക്കുന്നത്. ഉലമാഇനോട് നമുക്കൊരു ബാധ്യതയുണ്ട്. മഹാനായ ജിഫ്രി തങ്ങൾ അവറുകൾ ഓതിവെച്ച ആയത്ത് ഇർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, സത്യവിശ്വാസികളിൽ ഈമാനും ഇൽമുമുള്ള ആളുകളെ അള്ളാഹു ഉയർത്തുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത, സദസ്സിലിരിക്കുന്ന ഒരു അദബിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു തആല യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും എന്ന ആ ഒരു വചനം പറയുന്നത്. ഇൽമിന് മുമ്പേ അദബ് എന്നത് വലിയ ഒരു ധർമ്മമാണ്. ഇമാം മാലിക് റളിയല്ലാഹു തആല അൻഹു തഅല്ലമുൽ അദബ ഖബ്ല അൽ ഇൽം എന്ന് പറയുമായിരുന്നു. നിങ്ങൾ അദബാണ് പഠിക്കേണ്ടത്. കുറെ ഇൽമും റിവായത്തും ദിറായത്തും ഒക്കെ പഠിക്കുന്നതിന്റെ മുമ്പ്, ഇൽമിന്റെ മുമ്പ് അദബ് പഠിക്കണം എന്ന് പറയുമായിരുന്നു. അതാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയാത്തത്. ഉലമാഇനോട് നമുക്ക് ബാധ്യതയുണ്ട്, അവരോട് നമുക്ക് കടപ്പാടുണ്ട്. ആലിമീങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു ഒരു കഴുതപ്പുറത്ത് കടന്നു വരുമ്പോ മഹാനവറുകളുടെ കഴുതയുടെ മൂക്കുകയർ, അതുപോലെ തന്നെ കാല് ചവിട്ടി താഴെ ഇറങ്ങാൻ ഒരു മയ്യിത്ത് നിസ്കാരത്തിന് വരികയാണ്. അപ്പോ കാല് ചവിട്ടി ഇറങ്ങുന്ന ചവിട്ടുപടി, കഴുതപ്പുറത്തെ ആ ഒരു ചവിട്ടുപടി അല്ലെങ്കിൽ അതിന്റെ മൂക്കുകയർ പല റിവായത്തുകളിൽ പല രീതിയിൽ വന്നിട്ടുണ്ട്. അഖദ ബിരികാബിഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഇവിടെ തങ്ങളോട് അനുസ്മരിക്കുകയുണ്ടായി ജിഫ്രി തങ്ങൾ അവറുകൾ. സ്വഹാബികളിൽ റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന മഹാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോ ആ മഹാനവറുകൾ സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാത്തിബുൽ വഹയിൽ അറിയപ്പെടുന്ന മഹാൻ, ആലിമുൻ മിൻ ഉലമാഇ സ്വഹാബ, സ്വഹാബകളിലെ ഉലമാക്കളുടെ നിരയിൽ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പോലെ, അബൂ ഉബൈദത്ത് ബിൻ ജറാഹ് തങ്ങളെ പോലെ സ്വഹാബികളിൽ ആലിമീങ്ങളിൽ അറിയപ്പെടുന്ന മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ കഴുതയുടെ മൂക്കുകയറ് അല്ലെങ്കിൽ കാല് ചവിട്ടി വെക്കുന്ന ചവിട്ടി അത് കൈകൊണ്ട് പിടിച്ചു കൊടുക്കാൻ സയ്യിദായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത് സ്വഹീഹായ ഹദീസിൽ കാണാൻ കഴിയും. ആ കൈ ഇങ്ങനെ പിടിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആലിമാൻ, ചെറുപ്പക്കാരനാണ്. തങ്ങളെ വഫാത്താകുമ്പോൾ തന്നെ 12-13 വയസ്സിൽ താഴെ പ്രായമുള്ളൂ. തങ്ങൾ വഫാത്താകുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് അത്രയും ചെറിയ സ്വഹാബിയാണ്. എന്നാലോ മഖാനത്ത് കൊണ്ട്, സ്ഥാനം കൊണ്ട് വലിയവരാണ്. അപ്പോ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് വല്ലാത്തൊരു വേദന തോന്നി. റബ്ബേ, റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്ത്, ഒരു തങ്ങള് ഞാൻ ചവിട്ടുന്ന ചവിട്ടുപടി കൈകൊണ്ട് പിടിക്കുകയോ? പറഞ്ഞു, ദഅനാ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് എന്നവരെ, ഇബ്നു അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃ സഹോദര പുത്ര, നിങ്ങൾ എന്റെ ഈ മൂക്ക് കയറും പിടിക്കരുത്. നിങ്ങൾ എനിക്ക് വേണ്ടി ഇങ്ങനെ ഈ കൈ കൊണ്ട് ഞാൻ ചവിട്ടുന്ന സ്ഥലമൊന്നും പിടിച്ചു വെക്കരുത്. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? നിങ്ങൾ മഹാനല്ലേ, നിങ്ങൾ സയ്യിദല്ലേ, തങ്ങളല്ലേ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടിയുണ്ട്. ഹക്കദാ ഉമിർനാ അൻ നഫ്അല ബിഉലമാഇനാ വകുബറാഇനാ, ഈ ഉമ്മത്തിലെ മഹാന്മാരായ ആലിമീങ്ങളോടും ഈ ഉമ്മത്തിലെ മഹത്തുക്കളായ ആളുകളോടും ഇങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആര് പറയാ? സയ്യിദായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അത് പറഞ്ഞപ്പോഴാണ് നേരെ കഴുതപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങിയിട്ട് സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചു മുത്തിയിട്ട് പറഞ്ഞു, ഹക്കദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്ത് റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അഹ്ലു ബൈത്തിനെ കാണുമ്പോ അവരുടെ കൈ പിടിച്ചു മുത്തണമെന്ന് ഞങ്ങളോടും ആഹ്വാനമുണ്ട്. സയ്യിദന്മാരോട് നബി തങ്ങളുടെ ആഹ്വാനം, നിങ്ങൾ ആലിമീങ്ങളെ ബഹുമാനിക്കണം. ആലിമീങ്ങളോട് നബി ഹബീബിന്റെ ആഹ്വാനം, നിങ്ങൾ സയ്യിദന്മാരെ ആദരിക്കണം. ആ ഒരു കൈപിടിച്ച് മുത്തിയിട്ട് ആദരിക്കുന്ന ഒരു രീതി, അത് ഉമ്മത്തിന്റെ ഈ മുൻ തലമുറകളിൽ നിന്ന് ഉമ്മത്ത് കണ്ടുപഠിച്ചൊരു നന്മയാണ്. അതൊരുപാട് വിഷയങ്ങളിൽ കൈപിടിച്ച് മുത്താൻ പറ്റോ ഇല്ലേ എന്നൊക്കെ വെറുതെ ഒരു അനാവശ്യമായ ചർച്ചയൊക്കെ വെറുതെ നടക്കുന്നുണ്ട്.
കൈപിടിച്ച് മുത്തൽ ഉമ്മത്തിന്റെ സുന്നത്താണ്, മുസ്തഹബാണ്. ഇമാം നബി റളിയല്ലാഹു തആല അൻഹു ഒക്കെ ഹദീസ് വിവരിച്ചുകൊണ്ട് അത് മശ്റൂഉൻ മുസ്തഹബുൻ, സുന്നത്തായ കാര്യമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട് ഇമാം നബി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി. അത്രയും പുണ്യമാണ്. വഫദ് അബ്ദുൽ ഖൈസ് അവര് ഹബീബിന്റെ മുമ്പിലേക്ക് വന്നപ്പോ ഫഅഖ്ബൽനാ മിൻ റവാഹിലിനാ നുഖബ്ബിലു യദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ മുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ചെന്നത് എന്ന് സ്വഹീഹായ ഇമാം തുർമുദി തങ്ങൾ, ഇമാം ഹാക്കിം എന്നവര്, ഇമാം നസായി തങ്ങളുടെ ഒക്കെ ഹദീസിൽ കാണാൻ കഴിയും. മുസ്തദ്റക്കിലൊക്കെ വരുന്ന ഹദീസാണത്. ഞങ്ങൾ ഹബീബിന്റെ കൈ മുത്തിയിട്ടുണ്ട്. ഒരു പറ്റം ജൂതന്മാർ ഹബീബിനെ വന്ന് കാണുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളെ കണ്ടിട്ട് നബി തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചിട്ട് സന്തോഷത്തോടെ അവർ തിരിച്ചു പോകുമ്പോ ഫഖബ്ബലു യദഹു വരിജ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിന്റെ കാലും കൈയും മുത്തിയിട്ടുണ്ട്. നബി തങ്ങൾ അതിനെ എതിർത്തിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കൈമുത്തരുത് എന്നല്ല പറയുന്നത്, കൈമുത്തൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കെതിരെ ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിടിച്ചിട്ട് നമ്മുടെ പുത്തൻവാദികളൊക്കെ കൈമുത്താൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് വെറുതെ ഒരു ദുഷ്പ്രചരണം നടത്തുന്നുണ്ട്. അത് കാര്യം എന്താണ് പറഞ്ഞത് മനസ്സിലാക്കാതുകൊണ്ടാണ്. കൈമുത്തൽ സംസ്കാരം എങ്ങനെ കൈമുത്തിയിട്ട് അത് മാർക്കറ്റിംഗ് ചെയ്യുക, അതിന് നിന്നുകൊടുക്കുക. വലിയ ആളുകളായിട്ട് കൂടെ വരുന്ന ആളുകളൊക്കെ കൈമുത്തുന്ന ആളുകളോ ചെറിയവരോ തങ്ങളെക്കാൾ താഴെയുള്ളവരോ ആണെന്ന ഭാവത്തിൽ ഒരു തരത്തിലുള്ള തഅല്ലി, ഒരു തരത്തിലുള്ള തകബ്ബുർ, തസ്കിയത്തുൻ നഫ്സ്, ഈ രീതിയിൽ പെരുമാറുന്ന ചില ദുശ്ശീലങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അത് പാടില്ലെന്നാണ് നമ്മൾ പറയുന്നത്. കൈമുത്താൻ പാടില്ല എന്നല്ല, കൈമുത്തൽ നമ്മുടെ ബാധ്യതയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാം എന്ന് വരുമ്പോ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് ഉമർ എന്ന് ഫഖബ്ബല യദ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൈമുത്തിയിട്ടുണ്ട്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന് ഇബ്നു അബ്ബാസ് തങ്ങളുടെ കൈമുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ കൈമുത്തിയിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അലി റളിയല്ലാഹു അൻഹു ചെന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉമർ തങ്ങളുടെ കൈമുത്തിയിട്ടുണ്ട്. ഇതൊക്കെ സ്വഹാബികൾ ചെയ്തതാണ്. ആ പാരമ്പര്യം ആലിമീങ്ങളോടും സയ്യിദന്മാരോടും നമ്മൾ കാണിക്കേണ്ടവരാണ്. പക്ഷേ എങ്ങാനും അങ്ങനെ ഒരു അവസരത്തിലേക്ക് ഒരു ആലിമോ ഒരു സയ്യിദോ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇടപെടുമ്പോൾ ഒരിക്കലും അവരുടെ മനസ്സുകളിൽ ഞങ്ങൾ വലിയവരാണെന്ന് തോന്നിക്കൂടാ എന്ന ഒരു ആശയത്തെ മാത്രമാണ് ഞാനവിടെ ഹൈലൈറ്റ് ചെയ്തത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്തത് വളരെ പരിതാപകരമാണ്. കാര്യം മനസ്സിലാക്കാണ്ട് വെറുതെ പറഞ്ഞൊരു സംഭവം. ഇത് ഞാൻ സാന്ദർഭികമായിട്ട് പറയാം. ഉണ്ടാക്കി നമ്മളെ സയ്യിദ് ഇബ്നു ജോർജ് ഞാൻ നേരെ വിളിച്ചിരുന്നു. അതിപ്പോ ക്ലിപ്പാക്കി വിട്ടിട്ടില്ല എന്ന് മാത്രം. ഞാൻ നേരിട്ട് വിളിച്ചു ഇന്നലെ. നിങ്ങൾ എന്താ അങ്ങനെ കൊടുക്കാൻ കാരണം ഞാൻ ചോദിച്ചു. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. വാവാട് ഉസ്താദിന്റെ ഞാൻ കൈമുത്തുന്നൊരു ഫോട്ടോ വെച്ചിട്ട് അവൻ ചെയ്തത്. ഞാൻ പറഞ്ഞു വാവാട് ഉസ്താദ് ആരെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഉസ്താദിനോട് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു ഇത്തരം വിജ്ഞാനത്തിന്റെ പ്രകാശത്തിന്റെ നിറകുടങ്ങൾ ഈ ഉമ്മത്തിലുണ്ട്. എന്താണ് കൈമുത്തതിന്റെ മസ്അല എന്ന് പഠിക്കാതെ എന്താ ഞാൻ പറഞ്ഞത് എന്നറിയാതെ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുകയും ഖീല വഖാലകൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നല്ലാഹു റളിയ ലക്കും സലാസൻ വകരിഹ ലക്കും സലാസൻ, നബിതങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടാത്ത മൂന്നെണ്ണം ഖീല വഖാൽ വകസറത സുആൽ വഇദാഅത്തൽ മാൽ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ആലിമീങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാഹു ഉലമാഇന്റെ കൂടെ അല്ലാഹു നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഈ ആലിമീങ്ങൾക്ക് മുഴുവനും സയ്യിദായ ഒരു ആലിമുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഹാന അത് സ്വഹാബിയാണ്. 33-34 വയസ്സ്. ഇബ്നു കസീർ തങ്ങളെ പോലെയുള്ള ആളുകൾ 33, ദഹബിയെ പോലെയുള്ള ആളുകൾ 34 എന്നൊക്കെ അഭിപ്രായ വ്യത്യാസം. 34 മാക്സിമം. 34ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞ സ്വഹാബിയായ ഒരു നേതാവുണ്ട്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എന്റെ മരണശേഷം ഖിലാഫത്ത് ആർക്കെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ തർശീഹ് ചെയ്യാണ്, ഞാനൊരു നോമിനേഷൻ ചെയ്യുകയാണെങ്കിൽ എന്റെ മരണശേഷം ഇന്നാളെ നിങ്ങൾ ഖലീഫയാക്കണം എന്ന് പറയാൻ എനിക്ക് പറ്റുമായിരുന്നുവെങ്കിൽ അത് ഒരാളാണ്. അത് മഹാനായ മുആദ് ഇബ്നു ജബലാണ് റളിയല്ലാഹു അൻഹു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. വലൗ സഅലനില്ലാഹ്, അല്ലാഹു നാളെ എന്നോട് ചോദിച്ചു എന്നിരിക്കട്ടെ, എന്തുകൊണ്ട് ഉമറേ നിങ്ങൾ മുആദ് ഇബ്നു ജബലിനെ നിങ്ങൾ ഖലീഫയായി പ്രഖ്യാപിച്ചു എന്ന് അല്ലാഹു എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഫഇന്നി സമിഅ്തു റസൂലക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ നിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, മുആദുൻ യസ്ബിഖുൽ ഉലമാ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എല്ലാ പണ്ഡിതന്മാരും സ്വർഗ്ഗത്തിലെത്തുന്നതിന്റെ എത്രയോ മുമ്പ് സ്വർഗ്ഗത്തിലെത്തുകയും ഹുവ സയ്യിദുൽ ഉലമാഇ വഖായിദുഹും ഇലൽ ജന്ന, ആലിമീങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ആലിമീങ്ങളുടെ സയ്യിദും നേതാവും മുആദ് ഇബ്നു ജബലാണെന്ന് നിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹുവേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുക എന്ന് ഞാൻ റബ്ബിനോട് പറയുമായിരുന്നു എന്നൊക്കെ
ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഒരു ആലിമാണ് ലോകത്തെ എല്ലാ ആലിമീങ്ങളുടെയും നേതാവ്. പക്ഷേ പ്രായം കൊണ്ട് വളരെ ചെറുതാണ്. 34 വയസ്സിൽ മരിച്ചു മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളുടെ കൂടെ ഇസ്ലാമിലേക്ക് വരുന്നത് 18ാമത്തെ വയസ്സിലാണ്. 18 മുതൽ 34 വരെ എത്ര കുറഞ്ഞ കൊല്ലമേ ഉള്ളൂ. എത്ര കുറഞ്ഞ കൊല്ലം, ഒരു 16 വർഷത്തെ സമയം ഏകദേശം, അല്ലേ? ഒരു 16 വർഷം. ആ 16 വർഷം കൊണ്ടാണ് സയ്യിദുൽ ഉലമാഇ വഖായിദുഹും ഇലൽ ജന്നഹ്, ആലിമീങ്ങളുടെ മുഴുവനും നേതാവും ആലിമീങ്ങളുടെ കൈപിടിച്ച് എല്ലാ ആലിമീങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഈ സ്വഹാബിയാണ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളിൽ ഓരോരുത്തരുടെയും സ്ഥാനമാനങ്ങൾ നബി തങ്ങൾ എടുത്തു പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമു ഉമ്മതി ബി ഉമ്മതി അബൂബക്കർ റളിയല്ലാഹു അൻഹു. മഹാനായ ജിഫ്രി തങ്ങൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയൊരു ക്വാളിറ്റി അതാണ്. തങ്ങൾ ഓരോരുത്തരുടെയും നന്മ തങ്ങൾ മനസ്സിലാക്കും. ഓരോരുത്തർക്കും ആവശ്യമാണ് എന്ന് പറയും. ഓരോന്നിനും കഴിവുള്ള ആളുകളെയാണ് അത് ഏൽപ്പിക്കേണ്ടത്. തങ്ങൾ പറഞ്ഞു, അർഹമു ഉമ്മതി ബി ഉമ്മതി അബൂബക്കർ, എന്റെ ഉമ്മത്തിനോട് ഏറ്റവും കരുണയുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വഅശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ, അല്ലാഹുവിന്റെ ദീനിൽ ഇത്രക്ക് കർക്കശമായ നിലപാടെടുക്കുന്ന ഒരാൾ, അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ അതിശക്തമായ കാഴ്ചപ്പാടുള്ള ആൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ് റളിയല്ലാഹു അൻഹു. പിന്നെ പറഞ്ഞു ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ, വഅഅലമുഹും ബിൽ ഹലാലി വൽ ഹറാം മുആദ് ഇബ്നു ജബൽ, എന്റെ ഉമ്മത്തിൽ ഹലാലും ഹറാമും വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഇൽമ് ഏറ്റവും കിട്ടിയത് നമ്മൾ ഈ പറഞ്ഞ ആലിമീങ്ങളുടെ നേതാവ്, പണ്ഡിതരിൽ മുമ്പേ നടന്ന പണ്ഡിതൻ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ്. വഅമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, എന്റെ ഉമ്മത്തിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ചെറുപ്പക്കാരൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ജബലുൻ മിൻ ജിബാലിൽ ഉമ്മ, ജബൽ എന്ന് പറഞ്ഞാൽ തന്നെ പർവ്വതമാണ്. മുആദ് എന്ന് പറഞ്ഞാൽ സംരക്ഷണം കിട്ടിയവർ എന്നാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു 18 വയസ്സുള്ളപ്പോ, ഒരു ചെറുപ്പക്കാരന്റെ പ്രായം, അസ്ർ നിസ്കാരം സല്ലൈനൽ അസ്റ മഅ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ശബ്ബക അസ്വാബിഅഹു ബി അസ്വാബിഇ, നബി തങ്ങൾ അവിടുത്തെ കൈവിരലിന്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിന് കരച്ചിൽ വന്നു ഹബീബ പറഞ്ഞപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. അപ്പൊ നബി തങ്ങളോട് മുആദ് റളിയല്ലാഹു അൻഹു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ റസൂലല്ലാഹ്, നബിയെ എനിക്ക് നിങ്ങളോടും ഇഷ്ടമാണ് നബിയെ. ഇത് രണ്ടുപേരും ആ സ്നേഹം പങ്കുവെച്ചപ്പോ ഹബീബ് പറഞ്ഞു, ഫലാ തദഅന്ന അൻ തഖൂല ദുബറ കുല്ലി സ്വലാത്തിൻ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. മുആദേ, അതുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു തരട്ടെ, ഏത് നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ ഈ ദുആ ഇറക്കണം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിനക്ക് ശരിയായ ഇബാദത്ത് ചെയ്യാനും നിനക്ക് നന്ദി ചെയ്യാനും നിന്നെ ഓർത്ത് ജീവിക്കുവാനും എനിക്ക് തൗഫീഖ് നൽകണമേ എന്നെപ്പോഴും ദുആ ഇറക്കണേ മുആദേ, മറന്നു പോവല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയിൽ നിന്ന് വലിയ ഇൽമു കിട്ടിയ മഹാൻ മുആദ് ഇബ്നു ജബൽ എന്നവർ കഥ പറയുന്നുണ്ട്. ഞങ്ങൾ തബൂക്കിലേക്ക് പോവുകയാണ്. തബൂക്കിലേക്ക് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരാളോട് അടുത്തിടപഴകാൻ സമയം കിട്ടും. അവരൊക്കെ ഹബീബായ നബി തങ്ങളോട് തങ്ങളുടെ ഒറ്റയ്ക്ക് കിട്ടിയാൽ എന്തെങ്കിലും ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അന്ന് തബൂക്കിലേക്ക് പോകുന്ന യാത്രയിൽ നബി തങ്ങൾ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. അപ്പൊ ഹബീബിന്റെ കൂടെ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു, സ്വഹാബിമാർ അബൂ ഉബൈദ ഉണ്ട്, അബൂ ഖതാദ ഉണ്ട്. അബൂ ഖതാദ നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ ഖതാദ തങ്ങൾ ഹബീബിന്റെ കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ വയ്യ. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ രാത്രി ചെലവഴിക്കുന്ന സന്തോഷത്തിലാണ്. ഒട്ടകപ്പുറത്ത് നബി തങ്ങൾ ഇരിക്കുന്നു. തങ്ങള് മെല്ലെ ഒന്ന് തൂങ്ങിയുറങ്ങി. ഒട്ടകപ്പുറത്ത് വീഴുമോ എന്ന് തോന്നിയപ്പോ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ തടവി കൊടുത്തു, നബിയെ അങ്ങ് വീണുപോവരുത്. നബി തങ്ങൾ വീണ്ടും ഒരൽപ്പം ഉറങ്ങി. മുത്തനബി തങ്ങൾ ഒട്ടകപ്പുറത്ത് വീഴുമോ എന്ന് തോന്നുന്നു. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു കൈകൊണ്ട് ചെന്നിട്ട് ഒരു താങ്ങ് കൊടുത്തു നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ തവണയും നബി തങ്ങൾ ഒന്ന് ശരിക്കുമെന്ന് ഉറങ്ങി. നബി തങ്ങൾ വീഴാൻ പോവുകയാണ്. അമ്പിയാക്കന്മാരുടെ കണ്ണുകളെ ഉറങ്ങൂ, അവരുടെ ഖൽബ് ഉറങ്ങുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വീഴാൻ പോകുമ്പോ
മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് നബിയെ താങ്ങി പിടിച്ചു. മൻ, ആരാണിത് എന്ന് ചോദിച്ചു നബി തങ്ങൾ. ഇരുട്ടിലാണ്, രാത്രിയിലാണ്. അബൂ ഖതാദയാണ് നബിയെ. ഹഫിളകല്ലാഹ് കമാ ഹഫിൾത നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിച്ച പോലെ അല്ലാഹു നാളെ നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്തു കൊടുത്തു. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സംരക്ഷിച്ചില്ലേ, നബി തങ്ങളെ സംരക്ഷിച്ചില്ലേ, അതുപോലെ അല്ലാഹു നിങ്ങളെ അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു രക്ഷിക്കട്ടെ. മഹാന്മാര് പറയാണ്, മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ തലമുറയും അവരുടെ പേരക്കുട്ടികളുമുള്ള കാലം ഒരുപാട് ഫിത്നകൾ ഉണ്ടായിട്ട് ഖർനുസാനി 2-ാം നൂറ്റാണ്ടിലേക്ക് കടന്നിട്ടും ആ കുടുംബത്തിന് മാത്രം ഒരു ഫിത്നയും ഉണ്ടായില്ല എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങൾ ചെയ്ത ദുആയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ സഹായിച്ചില്ലേ, നബി തങ്ങൾ വീഴാറായപ്പോ നിങ്ങൾ താങ്ങി നിർത്തിയില്ലേ, ഹഫിളകല്ലാഹ് കമാ ഹഫിൾത നബിയഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആക്ക് കിട്ടിയപ്പോ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ പോന്നു. അടുത്തൊരാൾക്ക് ചാൻസ് കൊടുക്കണം. അങ്ങനെയാണ് മദീനത്തെ റൗദയിലൊക്കെ ചെന്നാൽ കിട്ടിയവർ മണിക്കൂറോടെ ഇരിക്കും. അങ്ങനെയല്ല, എത്രയോ മുസ്ലിമീങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരു ആയുസ്സിന്റെ അഭിലാഷമായി റൗദയിലേക്ക് വരിക. അവിടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അടുത്ത എഴുന്നേറ്റ് കൊടുക്കുക. നിങ്ങളിരുന്ന് ദുആയിരക്കുന്നതിനേക്കാളും കൂലി അടുത്ത മുസ്ലിമിന് കൊടുക്കലാണ് അവസരം, അല്ലേ? അബൂ ഖതാദ തങ്ങൾ തിരിച്ചു പോന്നു. അപ്പൊ ചെന്നു മഹാനായ നമ്മുടെ സ്വഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കാൻ പോവാ. ഹബീബിനോട് ദുനിയാവ് ചോദിച്ചാൽ ദുനിയാവ് കിട്ടും. പൈസ വേണം നബിയെ, ദുആയിരക്കണം എന്ന് പറഞ്ഞാൽ പൈസ കിട്ടും. ഇബ്നു ജമീൽ എന്ന് പറയുന്ന ഒരാൾ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബികളിൽ ഉണ്ടായിരുന്നു. നബി തങ്ങളോട് പൈസ വേണം ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞതാ. നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. പിന്നെ ആൾ നിസ്കാരത്തിന് വരാണ്ടയായി, ജമാഅത്തിന് കാണാണ്ടയായി, ജുമുഅക്ക് വരാതെയായി, സകാത്തും കൊടുക്കാതെയായി. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് നബി തങ്ങളുടെ വെറുപ്പ് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരെ എത്തിപ്പെട്ടു. ഉമർ റളിയല്ലാഹു തആല അൻഹു സകാത്തിന്റെ വിഷയത്തിൽ ഹബീബായ നബി തങ്ങളോട് ആരൊക്കെ തന്നു, ആരൊക്കെ മുടക്ക് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ നബിയെ, അമ്മുക വഖാലിദുൻ വബ്നു ജമീൽ, അങ്ങയുടെ ഉപ്പയുടെ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു സകാത്ത് തന്നിട്ടില്ല, പിന്നെ ഖാലിദ് റളിയല്ലാഹു അൻഹു തന്നിട്ടില്ല, പിന്നെ ഇബ്നു ജമീലും തന്നിട്ടില്ല എന്ന് പറഞ്ഞു. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. തങ്ങൾ ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ, ഒരാളുടെ അമ്മ എന്ന് പറയുന്നത് സിൻവു അബീഹ്, അത് വാപ്പ തന്നെയല്ലേ? അബ്ബാസ് റളിയല്ലാഹുവിന്റെ വാപ്പയുടെ സഹോദരനല്ലേ? എന്റെ വാപ്പയുടെ സഹോദരൻ തരാത്തത് ഞാൻ തരൂലേ? അതുകൊണ്ട് എന്റെ പിതാവിന്റെ സഹോദരനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, പ്രതിയാക്കി നിർത്തരുത് ഉമറേ. പിന്നെ ഖാലിദ് എന്നവര്, വഅൻതും തദ്ലിമൂന ഖാലിദൻ, ഖാലിദ് എന്നവരോട് നിങ്ങൾ ദുൽമ ചെയ്യാണല്ലേ? എങ്ങനെയാണ് ഖാലിദ് എന്നവരെ സകാത്ത് തരിക? അവരുടെ എല്ലാ സമ്പത്തും 100 വാളുകൾ തൂക്കി വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് മുഴുവൻ, ഇതിലേറെ വാളുകൾ ഇസ്ലാമിനെതിരെ ഞാൻ പ്രയോഗിച്ചിട്ടുണ്ട്, എന്നാൽ ഇനി മുതൽ ഇതെല്ലാം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. ഒരു വലിയ ആല നിറയെ കുതിരകൾ, ഇത് മുഴുവൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിലാണ്. യർമൂക്കിൽ 10 വാളുകളാണ് പൊട്ടിയത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ. അള്ളാഹുവിന് വേണ്ടി എല്ലാം മാറ്റിവെച്ച ഒരാൾക്ക് പിന്നെ എന്ത് സകാത്ത് കൊടുക്കാനാണ് ഉമറേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ. പിന്നെ പറഞ്ഞു, അമ്മ ഇബ്നു ജമീൽ, ഇബ്നു ജമീലിന്റെ കാര്യം എന്നോട് വന്ന് ദാരിദ്ര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇബ്നു ജമീലെ വേണ്ട, ഞാൻ ദ്വാരക്കുന്നില്ല. വേണം നബിയെ, ഫഅലഹ അലൻ നബി, തങ്ങൾ ദ്വാരക്കണം, എനിക്ക് പൈസ വേണം. തങ്ങൾ പറഞ്ഞു, വേണ്ട ഇബ്നു ജമീലെ, ഇത് ഫിത്നയാണ്, ഇത് പരീക്ഷണമാണ്, നബിയെ നിങ്ങളൊന്ന് ദ്വാരന്ന് തരീൻ. തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ കസ്സിർ മാല, പടച്ചവനെ സമ്പത്ത് വർദ്ധിപ്പിച്ചു കൊടുക്ക്. അങ്ങോട്ട് വർദ്ധിച്ചു. ഒരുപാട് ആടുകളും കച്ചവടമൊക്കെയായി. പിന്നെ നിസ്കാരം പോയി, ജമാഅത്ത് പോയി, ജുമുഅക്ക് വരാണ്ടയായി, സകാത്തും കൊടുക്കാണ്ടയായി. അങ്ങനെ ഹബീബിന്റെ ദേഷ്യം കിട്ടി മരിച്ചുപോയ ഒരാൾ. സുബ്ഹാനല്ലാഹ്. അപ്പോ ഹബീബായ നബിയോട് മുആദ് ഇബ്നു ജബൽ എന്ന സ്വഹാബിക്ക് പലതും ചോദിക്കാം, ചെറുപ്പക്കാരനാണ്. പക്ഷേ മുആദ് ഇബ്നു ജബൽ ഞങ്ങൾ ഹബീബിനോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലിംനി അമലൻ യുഖർരിബുനി മിനൽ ജന്നതി വയുബാഇദുനി മിനൻ നാർ. നബിയേ, ഈ രാത്രിയിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, സ്വർഗത്തിലേക്ക് അടുക്കാനും നരകത്തിൽ നിന്ന് അകന്നു പോകാനുമുള്ള ഒരു അമല് അങ്ങ് പറഞ്ഞു തരൂ നബിയേ. എനിക്കൊരു അമല് പറഞ്ഞു തരൂ. സ്വർഗത്തിലേക്ക് എത്തണം, സ്വർഗത്തിലേക്ക് അടുക്കണം, നരകത്തിൽ നിന്ന് അകന്നു പോകണം, ഒരു അമല് പറഞ്ഞു തരൂ. ആ ചോദ്യം വല്ലാത്തൊരു ചോദ്യമാണ്. ഒരു ഫഖീഹിന്റെ, ഒരു ആലിമിന്റെ ചിന്തയിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. സ്വർഗത്തിലേക്ക് എത്താൻ എന്താണ് വഴി എന്നത്. അപ്പോഴാണ് നബി തങ്ങൾ പറയുന്നു, മുആദേ, ലഖദ് സഅൽത അൻ അദീം വഇന്നഹു ലയസീറുൻ അലാ മൻ യസ്റഹുല്ലാഹ്. ഇത് വല്ലാത്തൊരു ചോദ്യമാണ് മുആദേ നിങ്ങൾ ചോദിച്ചത്. സ്വർഗത്തിലേക്ക് എത്താനും നരകത്തിൽ നിന്ന് അകലാനും പറ്റിയ ഒരു അമൽ പറഞ്ഞു തരണേ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ, ദീർഘമായൊരു ഹദീസാണിത്,
5 ഇസ്ലാം കാര്യങ്ങളും പറഞ്ഞു. തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി വ തുഖീമുസ് സ്വലാ വ തസൂമു റമളാൻ വ തുഅ്തിയ സക്കാ വ തഹജ്ജൽ ബൈത്ത് എല്ലാം പറഞ്ഞു കൊടുത്തു. ഓരോന്നായിട്ട് നന്മയുടെ ഓരോ വാതിലുകളും ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു. അസ്സൗമു ജുന്ന, നോമ്പെന്നതൊരു കവചമാണ്. വസ്സദഖ, നമ്മുടെ ദാനധർമ്മം തെറ്റുകളെ കരിച്ചു കളയും. അങ്ങനെ ഓരോന്ന് അവസാനം പറഞ്ഞു, മുആദേ ഇതിന്റെ ഒക്കെ ഒരു അടിസ്ഥാനമുണ്ട്, ഞാൻ പറഞ്ഞുതരട്ടെ. അലാ അദുല്ലുക അലാ മിലാക്കി ദാലിക കുല്ലി ഖാല ബലാ യാ റസൂലല്ലാഹ്. ഈ എല്ലാ കർമ്മങ്ങളുടെയും അടിസ്ഥാനം കുഫ് അലൈക ലിസാനക്, നിങ്ങളുടെ നാവ് നിങ്ങൾ സൂക്ഷിക്കണേ മുആദേ, അത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, നബിയെ അവനുഹാസബു അലാ മാ നഖൂൽ, നബിയെ നമ്മൾ സംസാരിക്കുന്ന നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുമോ? മനുഷ്യരുടെ നാവ് കൊണ്ട് പറ്റിയ വിനകൾ കൊണ്ടല്ലാതെ, നാവ് കൊണ്ട് സംഭവിച്ച അബദ്ധങ്ങൾ കൊണ്ടല്ലാതെ, നാവ് കൊണ്ട് മനുഷ്യൻ വരുത്തിവെച്ച പാപങ്ങൾ കൊണ്ടല്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് നരകത്തിലേക്ക് ആളുകൾ പോകുന്നത് എന്നൊക്കെ നിബിധങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് തബൂക്കിലേക്കുള്ള യാത്രയിൽ ഒറ്റക്ക് നിബിധങ്ങൾ കിട്ടിയ നേരത്താണ്. അതാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ആലിമീങ്ങളിൽ ദാനശീലമുള്ള ഒരു ആലിമാൻ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു. അസ്ഖന്നാസ് ഫിൽ അൻസാർ ബഅദ സഅദ് ഇബ്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ അൻസ്വാരികളിൽ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ഉണ്ടായിരുന്ന മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ്. ചെറുപ്പക്കാരനാണ്. ഒരു ആലിമിന് കിട്ടേണ്ട എല്ലാ ഗുണഗണങ്ങളും അതിലുണ്ട്. ഉസ്താദ് ഇവിടുന്ന് അവാർഡ് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ടൊരു പൈസ സംഭാവന തിരിച്ചു കൊടുത്തത് അൽഹംദുലില്ലാഹ് നമ്മുടെ കണ്ണിന് ഖുർറത്തു ഐനുകളാണ്. അള്ളാഹു നമ്മുടെ ആലിമീങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവരുടെ ഇബാദത്തുകൾ, അവരുടെ അമലുകളും അള്ളാഹു ഖബൂലാക്കി തരട്ടെ. അവരുടെ തണലി ഉമ്മത്തിന് അള്ളാഹു എന്നും നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്ഖന്നാസ് من الأنصار بعد سعد بن معاذ بن جبل رضي الله عنه. معاذ بن جبل رضي الله عنه وان സഅദ് ബിൻ മുആദ് എന്നവർ കഴിഞ്ഞാൽ ആ മഹാനായ സ്വഹാബി 5 കൊല്ലം കൊണ്ട് ഇബാദത്ത് ചെയ്ത് അല്ലാഹുവിന്റെ അർശ് വിറച്ച മഹാനാണ്. 5 കൊല്ലമേ ഹബീബിന്റെ കൂടെ നിന്നിട്ടുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് വമഹ്തസ്സ അർശുല്ലാഹി മിൻ അജലി ഹാലികിൻ സമിഅനാ ബിഹി ഇല്ലാ ലി സഅദിൻ അബി അംരി എന്ന് പറഞ്ഞ മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു വലിയ മഹാനായിരുന്നു. സ്വഹാബികളിൽ നബിതങ്ങൾക്ക് വേണ്ടി ചെമ്പ് നിറയെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. മുആദ് റളിയല്ലാഹു അൻഹു അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ദാനധർമ്മം ഉണ്ടായിരുന്ന സ്വഹാബി. കയ്യിൽ അല ഖിഫ്ഫതി യദൈ, കയ്യിലൊന്നുമില്ല. സ്വഹാബികളൊക്കെ പള്ളി കഴിഞ്ഞാൽ ഹബീബിന്റെ അതിഥികളിൽ നിന്ന് ഒരാളെ 2 ആളെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മുആദ് എന്നവർ 60 ആളെ കൊണ്ടുപോകും. അങ്ങനെ ഒരുപാട് കടം വന്നപ്പോ ഫഹജറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംവാലഹു, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വന്നപ്പോ നബിതങ്ങൾ മഹാനായ മുആദ് എന്നവരുടെ സമ്പത്ത് ഫ്രീസ് ചെയ്തു. മുആദേ, ഇനി നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇനി മുതൽ നിങ്ങളുടെ ഈ ആതിഥ്യം നിർത്തിവെക്കണം, കാരണം കടം കൂടാണ്. മുആദ് റളിയല്ലാഹുവിന്റെ സമ്പത്ത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രക്കുമേൽ. എന്നിട്ട് നബി തങ്ങൾ യമനിലേക്ക് പറഞ്ഞയക്കുന്നത് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. മുആദേ, യമനിലേക്ക് പോവുകയാണ്. അവർ അഹ്ലു കിതാബികളാണ്. അവിടെ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കണം. അവർക്ക് സമ്പത്ത്, ഒരു ധൈര്യമുള്ള കൈക്കരുത്തുള്ള ആളെയല്ല വേണ്ടത്, അവർക്ക് ഹലാലും ഹറാമും പഠിപ്പിക്കുന്ന ആളെയാ വേണ്ടത്. അതുകൊണ്ട് മുആദേ, നിങ്ങളാണ് അതിന് പോകേണ്ടത് എന്ന് യാത്ര അയക്കുമ്പോ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മുആദേ ലഅല്ലക ലാ തറാനി ബഅദ മൗഖിഫി ഹാദാ. നബി തങ്ങൾ പറയാണ്, മുആദേ, നിങ്ങൾ യമനിലേക്ക് പോകുമ്പോ ഇൻഷാ അല്ലാഹ് ഇനിയൊരിക്കൽ നമ്മൾ 2 പേർക്കും കണ്ടുമുട്ടാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ മുആദേ. നിങ്ങൾ മദീനയിലേക്ക് വരുമ്പോഴേക്കും ഞാനൊരു പക്ഷേ മരിച്ചു പോയിട്ടുണ്ടാകുമെന്ന് നബി തങ്ങൾ പറഞ്ഞപ്പോ ഫബക മുആദ് റളിയല്ലാഹു അൻഹു, മുആദ് എന്നവർ കരഞ്ഞു. തങ്ങൾ പറഞ്ഞു, യാ മുആദ് ലാ തബ്കി ഇന്നൽ ബുകാഅ മിനശ് ശൈത്വാൻ. മുആദേ, ഈ കരച്ചിൽ വേണ്ട കേട്ടോ, അത് പിശാചിനെ സഹായിച്ചേക്കും. അതുകൊണ്ട് നിങ്ങൾ കരയണ്ട, നിങ്ങൾ ദീനിന് വേണ്ടി പോവല്ലേ, നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾ ഉദ്കുരില്ലാഹ ഇൻദ കുല്ലി ഹജറിൻ വവബരിൻ വഹജരിൻ വശജരിൻ, എല്ലാ കല്ല്, കാടുകള്, ചെടികള്, പാറകള് ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലേണമേ എന്ന് മഹാനായ നബി തങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. യമനിലെ ജന്ദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ദഅവത്തിന് പോയ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല. ആദ്യകാലം ഹബീബിനോട് കൂടെയുള്ള ആ കാലത്ത് മഹാനവറുകൾ യമനിലാണ്. അത് കഴിഞ്ഞ് ഹബീബായ തങ്ങൾ വഫാത്തായ എന്ന വിവരം കിട്ടുന്നു. അപ്പൊ മുആദ് ഓർത്തുപോയി, റബ്ബേ, എന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ കണ്ടുമുട്ടില്ലായിരിക്കും മുആദേ. ആ മുആദ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഖലീഫ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
യമനിൽ ചെന്നപ്പോൾ മുആദ് എന്നവർ കച്ചവടം നടത്തിയിട്ട് ഒരുപാട് കുതിരകളും ഒട്ടകങ്ങളും ആടുകളൊക്കെ ഉണ്ട്. ആ ആടുകളെയും തെളിച്ചുകൊണ്ട് ഒരുപാട് പൈസയുമായിട്ടാണ് മുആദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുന്നത്. ഇവിടെയാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഉമ്മത്തിന്റെ കാഴ്ചപ്പാടുകൾ, ഈ ഉമ്മത്തിന്റെ വീക്ഷണ രീതികൾ സ്വഹാബികൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോഴേ പറഞ്ഞു, അബൂബക്കർ തങ്ങളോട്, അബൂബക്കറേ യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫേ, അബഅസ്തു മുആദൻ താജിറൻ ഔ മുഅല്ലിമൻ, നിങ്ങൾ മുആദ് എന്നവരെ മുഅല്ലിമായിട്ടാണോ പറഞ്ഞയച്ചത്, അല്ല കച്ചവടക്കാരനായിട്ടാണോ പറഞ്ഞയച്ചത്? ഒരാൾക്ക് കച്ചവടം ചെയ്യാം, ഹലാലാണ്. ഉസ്താദുമാർക്കും കച്ചവടം ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. എത്രയോ ആലിമീങ്ങൾ കച്ചവടം ചെയ്തിട്ടുണ്ട് അല്ലേ? മഹാനായ കണിയത്ത് ഉസ്താദ് കച്ചവടം ചെയ്തു, സത്യസന്ധത കൊണ്ട് കച്ചവടം പൊളിഞ്ഞു, അങ്ങനെയല്ലേ ഉണ്ടായത്? സുബ്ഹാനല്ലാഹ്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് ശറഇന്റെ അംഗീകാരത്തിലായി, അതൊരു ഉമ്മത്തിന്റെ പൈസയാവരുത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കറെ, മുആദ് വരുമ്പോ പൈസ ഉണ്ടല്ലോ കയ്യിൽ, ഒരു ആലിമായ ഒരു മനുഷ്യന്റെ കയ്യിൽ ഇങ്ങനെ പൈസ കണ്ടാൽ അത് എവിടെ നിന്നാണെന്ന് ചോദിക്കണം. അബൂബക്കറെ, മുആദ് എന്നവരെ ചോദ്യം ചെയ്യണം. ആ പൈസയുടെ പകുതിയെങ്കിലും ബൈത്തുൽ മാലിലേക്ക് കൊടുത്തേക്കണം. കാരണം ഇത് മുആദിന് എവിടെ നിന്ന് കിട്ടി? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താജറത്തുഹു, ഞാൻ കച്ചവടം ചെയ്തതാണ്, ഇത് എന്റെ പൈസയാണ്. ഹഖായിട്ട് മുആദ് റളിയല്ലാഹു അൻഹു അദ്റാ ബിൽ ഹലാലി വൽ ഹറാം, ഈ ഉമ്മത്തിൽ ഹലാലും ഹറാമും ഇത്രമേൽ അറിയുന്ന ആളെന്ന് നിബിധങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാ. അങ്ങനത്തെ ഒരാള് മോഷ്ടിക്കൂല, അങ്ങനത്തെ ആള് തട്ടിപ്പ് നടത്തൂല, സ്വഹാബികൾക്കറിയാം. എന്നാലും ഉമർ റളിയല്ലാഹു അൻഹു സൂക്ഷ്മത കൊണ്ട് പറഞ്ഞു, മുആദേ, എന്തെങ്കിലും ഉമ്മത്തിന്റെ ബൈത്തുൽ മാലിൽ നിങ്ങളുടെ കയ്യിലേക്ക് കൈപ്പറ്റി പോയിട്ടുണ്ടെങ്കിലോ അത് നിങ്ങൾ കൊടുത്തേക്കിൻ, അത് ദീനിന് കൊടുക്കട്ടെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമറേ, ഞാനത് വാങ്ങിക്കൂല. മുആദ് അങ്ങനെ ചെയ്യേ, മുആദ് അദ്റാ ബിൽ ഹലാലി വൽ ഹറാം, അത് ഏറ്റവും വലിയൊരു പണ്ഡിതനെ കുറിച്ച്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല, മുആദിന്റെ സമ്പത്ത് സൂക്ഷ്മമായും പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇത് നമ്മുടെ നാട്ടിലില്ലാത്ത പരിപാടിയാണ്. നമ്മൾ ആലോചിക്കണം, സ്വഹാബത്തിന്റെ കാലങ്ങളിൽ ഇത്തരം വിഷയങ്ങളെ സ്വഹാബിമാർ നേരിടുകയാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു യജറുഹു ബിതലാബീബി സൗബിഹി മിനൻ നാർ, മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വസ്ത്രം പിടിച്ചിട്ട് ഉമർ എന്നവരെ വലിക്കുകയാണ് നരകത്തിൽ നിന്ന് വലിക്കുകയാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഞെട്ടിയുണർന്നു. രാവിലെ ഓടിച്ചെന്നു ഉമർ തങ്ങളുടെ മുമ്പിലേക്ക്. നിസ്കാരത്തിന് ഇമാമാണ് ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു, മഹാനായ ഖലീഫത്തു റസൂലില്ലാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖലീഫമാരാണ് ഇമാം നിൽക്കുക. ഉമർ എന്നവരെ മഅ്മൂമാണ്. നിസ്കാരം കഴിഞ്ഞപ്പോ മുആദ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവരെ നോക്കി. സ്വാഭാവികമായ ഒരു ഇഷ്ടക്കുറവ് അതിന്റെ പേരിൽ വന്നിട്ടുണ്ടാകാം, അങ്ങനെയാണല്ലോ, ഒരു ചർച്ച നടന്നു പോയില്ലേ. അപ്പോ ഉമർ എന്നവർ മുആദ് എന്നവരെയും നോക്കുന്നു. ഫബഖയാ, രണ്ടുപേരും അങ്ങ് കരഞ്ഞു, മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട്. ഉമർ തങ്ങൾ വല്ലാത്ത ഫിറാസത്തിന്റെ ആളാണ്. ഉമർ തങ്ങൾക്ക് മുഖം നോക്കിയാൽ മനസ്സിലാവും. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ മലയിൽ നിന്ന് ഇങ്ങനെ കിഴിഞ്ഞിറങ്ങി വരുന്നത് കാണും. ഉമർ തങ്ങൾ പറഞ്ഞു, പോയി നോക്കൂ, അത് ഒന്നുകിൽ ഒരു ജ്യോത്സ്യനാണ്, അല്ലെങ്കിൽ ജ്യോത്സ്യൽ പണി മുമ്പെടുത്ത ആളാണ്, ആ മലയിൽ എന്തോ ഒളിപ്പിച്ചു വെച്ച് വരികയാണെന്ന് പറഞ്ഞു. ഒരാളിങ്ങോട്ട് ഇറങ്ങി വീണ് വരുന്നതാ കണ്ടത്. അപ്പോഴേക്കും ഉമർ തങ്ങൾ മസ്ജിദിലാണ്, മദീനത്തെ പള്ളിയിലാണ്. സ്വഹാബത്തിനോട് അങ്ങ് പറഞ്ഞു, ആ ഇറങ്ങി വരുന്ന ആൾ ഒന്നുകിൽ ജ്യോത്സ്യനാണ്, അല്ലെങ്കിൽ ജ്യോത്സ്യപ്പണി ഉണ്ടായിരുന്ന ആളാണ്. ആ മനുഷ്യൻ മല ഇറങ്ങിയിട്ട് ഇപ്പൊ നമ്മുടെ ഇപ്പത്തെ ചുറ്റുപാടിൽ മദീനത്താം മലകളും സമയായി അറേഞ്ചിനല്ലേ ഉസ്താദ് 2 വാക്ക് പറയണ്ടേ? അപ്പോ ഉമർ തങ്ങൾ ഇദ്ദേഹം കയറി വന്ന ഉടനെ തന്നെ ചോദിച്ചു, സത്യം പറയണം എന്നോട്, നിങ്ങൾ ജ്യോത്സ്യനായിരുന്നോ, ജ്യോത്സ്യപ്പണി എടുത്തിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു, ബിഅ്സമാ തുഖാബിലുനി. ഒരു സദസ്സിലേക്ക് വരുമ്പോ ആദ്യം അതാണോ ചോദിക്കേണ്ടത്? അസ്സലാമു അലൈക്കും എന്നല്ലേ പറയേണ്ടത്? ജ്യോത്സ്യപ്പണി എടുത്ത ആളാണെന്ന് ചോദിക്കും. ഉമർ, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്താ എന്നോട് ചോദിക്കണത് എന്ന് ചോദിച്ചു. സത്യം പറ, ഉസ്ദുഖ്നി, സത്യം പറയണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അന കാഹിനുൽ അറബ്, അറബികൾക്ക് മൊത്തം ജ്യോത്സ്യപ്പണി എടുത്തിരുന്ന ആളായിരുന്നു പണ്ട് ഞാൻ, ഇപ്പൊ ഞാൻ ആ പണി ചെയ്യുന്നില്ല. അന സവാദ് ഇബ്നു ഖാരിബിൻ, ഞാൻ സവാദ് ഇബ്നു ഖാരിബാൻ റളിയല്ലാഹു അൻഹു, ഹബീബായ നബി തങ്ങളുടെ കാലത്തെ സ്വഹാബിയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ മോൻ മരിച്ചു, എന്റെ മോനെ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി മകനെ മലമുകളിൽ മറവ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി വരികയാണ്, ഒരു സാധനം കുഴിച്ചിട്ട് വരികയെന്നാണ് ഉമർ തങ്ങൾ പറഞ്ഞ പോലെ ഭയങ്കര ഫിറാസത്താണ്. അങ്ങനെ മുആദ് തങ്ങൾ എണീറ്റുന്നു. ഉമർ തങ്ങളെ കാണാൻ രണ്ടുപേരും കരയാൻ തുടങ്ങി, കെട്ടിപ്പിടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ, ഇബ്നുൽ ഖത്താബ്, എനിക്ക് മാപ്പ് തരണം. എന്തേന്ന് ചോദിച്ചു. നിങ്ങളെ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്.
ഇന്നലെ രാത്രി എന്റെ വസ്ത്രം നിങ്ങൾ പിടിച്ചു വലിക്കുന്നത്, നരകത്തിൽ നിന്ന് എന്നെ പിടിച്ചു വലിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്താനായി പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അതല്ലേ നിങ്ങളോട് അതേ പറഞ്ഞത് എന്ന്. കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കരഞ്ഞു. വീട്ടിൽ പോയി എല്ലാ ആടുകളും കുതിരയും ഒട്ടകവും ചാട്ടവാറടക്കം കൊണ്ടുപോയി കൊടുത്തു മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, യാ ഖലീഫത റസൂലില്ലാഹ് ദുമ്മഹാ ഇലാ ബൈത്തിൽ മാലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇത് കൊടുത്തേക്കണം എന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മുആദേ ഞങ്ങൾക്ക് സമാധാനായി, വേണ്ട നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. ഉമർ തങ്ങളോട് അമീറുൽ മുഅ്മിനീൻ, അബൂബക്കർ എന്നവർ എടുക്കണില്ലല്ലോ, അതുകൊണ്ട് ഉമർ എന്നവരെ നിങ്ങൾ എടുക്കണം, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട, എനിക്കിത് വേണ്ട. ഖുദ്ഹായ മുആദ്, മുആദ് നിങ്ങൾ എടുത്തോളൂ, ഞങ്ങളുടെ മനസ്സിനൊക്കെ സമാധാനായിട്ടുണ്ട്, നിങ്ങളുടേത് സത്യസന്ധമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല, ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു ആലിമിന്റെ സമ്പത്തിനെ കുറിച്ച് എന്ന ചർച്ച നടക്കുന്നു. റളിയല്ലാഹു തആല മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻ, മഹാനവറുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയാണ്. ഹബീബിന്റെ കൂടെ നടന്ന ഒരുപാട് സംഭവങ്ങൾ, ഹബീബിൽ നിന്ന് കേട്ടുപഠിച്ച ഒരുപാട് സംഭവങ്ങൾ. മുആദ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുആദ് എന്നവരെ നബി തങ്ങൾ ശാസിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മുആദ് എന്നവർ ഇശാക്ക് നിസ്കാരിക്കാൻ ഇമാമ് നിന്നിട്ട് ഖുബാ പള്ളിയിൽ നിന്നിട്ട് നിസ്കാരത്തിൽ ഇശാ നിസ്കാരത്തെ അൽ ബഖറ ഓതിപ്പോയി. അപ്പോഴാണ് കർഷകനായ ഒരു സ്വഹാബി ബേക്കെന്ന് നിസ്കാരം മുറിച്ചുപോയി. പകലന്തിയോളം അധ്വാനിച്ചു വന്ന ആളാ ഇശാ നിസ്കാരത്തിന് അൽ ബഖറ ഓതുന്നത്. ഒറ്റക്ക് പോയി നിസ്കരിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, മുആദേ കണ്ടോ, നിങ്ങളുടെ ജമാഅത്തിന് കൂടാതെ ഒറ്റക്ക് നിസ്കരിച്ച ആളാണ്. വല്ലാഹി ലാ യുഫാരിഖുനി ഇല്ലാ മുനാഫിഖുൻ, കപടവിശ്വാസി ആയിരിക്കും എന്റെ നിസ്കാരം എന്ന് കൈമുറിച്ചു പോയ ആള് എന്ന് ആര് പറഞ്ഞു? മുആദ് തങ്ങൾ. നേരെ സ്വഹാബി നബിയോട് വന്ന് പരാതി പറയുന്നു. എന്താ വിഷയം? നബിയെ, ഞങ്ങൾ പകലന്തിയോളം കർഷകന്മാരാ, എന്നിട്ട് കുഴങ്ങി ക്ഷീണിച്ചു വന്ന് നിസ്കാരത്ത് നിൽക്കുമ്പോൾ അൽ ബഖറയൊക്കെ ഓതുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നബി തങ്ങൾ വിളിച്ചു മുആദ് എന്നവരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞുപോയി, അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ നിങ്ങൾ ഫിത്ന ചെയ്യുകയാണോ? ടൗൺ പള്ളികളിൽ ഇമാമ നിൽക്കുന്ന ആളുകൾ, ടൗണിൽ ഖതീബുമാരായ ആളുകൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ഇന്ന വറാഅക്കും ഇന്ന മിൻ ഖൽഫിക്കും അൽ മിസ്കീന വൽ ലഈഫ വൽ മരീദ് വൽ മുസാഫിർ, യാത്രക്കാരും പ്രയാസമുള്ളവരും രോഗികളൊക്കെ ബാക്കിലുണ്ടാകും, അവർക്ക് വേണ്ടി നിസ്കാരം നിങ്ങൾ ചുരുക്കി കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് തങ്ങളുടെ വിഷയത്തിലാണ് അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയത് എന്ന് കാണാൻ കഴിഞ്ഞ. സമയം അവസാനിപ്പിച്ചു.